അതെ, നമ്മൾ ഈ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ എളുപ്പ വഴിയിൽ ഉണ്ടാക്കിയൊരു സിമ്പിൾ ബീഫിൻ്റെ റെസിപ്പിയാണിത്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, എന്നെപ്പോലെ കുക്കിങ്ങിൽ എക്സ്പേർട്ട് അല്ലാത്തവർക്കൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഞാനിവിടെ 1/2 കിലോ ബീഫിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മാരിനേഷനാണ് ആദ്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരമുറി നാരങ്ങ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, അതിലേക്ക് 1 ഇഞ്ച് കഷ്ണത്തിൽ ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഞാൻ ഒരെണ്ണേ പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. പല ബീഫിനും പല അളവാണ് വേവിന്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണ ഗ്രേവിക്ക് എല്ലാവരും കുഞ്ഞുള്ളിയാട്ടോ എടുക്കുന്നത് കണ്ടിരിക്കുന്നത്. ഒരു 10-20 കുഞ്ഞുള്ളി ഒക്കെ ഒരുക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് എനിക്ക്. എന്നെപ്പോലുള്ള മടിച്ചികൾക്ക് ഒരു മീഡിയം സൈസ് സവോളയിൽ ആ കേസ് അങ്ങ് ഒതുക്കി തീർക്കാം. ഈ 6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയും ഈ സവോളയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പിന്നെ ഉപ്പ് ചേർക്കാവുള്ളൂ. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇതുപോലെ വഴറ്റിയെടുക്കണം, നല്ല ബ്രൗൺ കളറിൽ. ഇല്ലെങ്കിൽ ഗ്രേവിയിൽ സവോള ഇങ്ങനെ വിട്ട് കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇത്രയും ഞാൻ വഴറ്റിയെടുക്കാറുണ്ട്. ഇതിലേക്ക് സെയിം മാരിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പൊടികൾ അതേ അളവിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആക്കാം. ഇവിടെ നല്ല മുളക് പൊടിക്ക് എരിവ് കൂടുതലുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. ഇതും പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ഗ്രേവിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. വേവിക്കുമ്പോൾ തന്നെ ബീഫിൽ നിന്ന് വെള്ളം വരും. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കാം ആവശ്യത്തിന്. ഇതിലേക്ക് നമ്മളിനി നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില വേണം ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലില്ല, ഈ ആത്മാവ് പോയ കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ അടച്ച് വെച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ എണ്ണ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ ഒരു സമയം നമുക്കിത് വാങ്ങാം. കൂടുതൽ വേവിക്കണം എന്നുള്ളവർക്ക് വേവിക്കാം. എനിക്ക് ഈ ഒരളവ് കറക്റ്റായിരുന്നു. ഗ്രേവിയും കറക്റ്റ് അളവിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ബീഫ് ടേസ്റ്റ് ചെയ്യാൻ പോലും ഞാനത് കഴിക്കാറില്ല. ഇത് ടേസ്റ്റ് ചെയ്ത ആളാണ് പറഞ്ഞത് ഇതിൻ്റെ ഉപ്പും മസാല എല്ലാം കറക്റ്റാന്നുള്ള കാര്യം. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് വെച്ച് നോക്ക്, സിമ്പിളാണ്. ഞാനും ആദ്യം വെക്കാൻ പാടാന്നാണ് വിചാരിച്ചത്. ഒന്ന് ട്രൈ ചെയ്യേ.